മഹാന്യരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ് അദ്ദേഹം മഹാനവറുകൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ രാജ്യഭരണത്തിൽ നീതിയല്ലാത്തൊരു ഭരണം നടത്തിയിട്ടില്ല മഹാനവറുകൾ. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജി പോലും പറഞ്ഞല്ലേ, ഞാൻ ഉമറിൻ്റെ ഭരണമാണ് ഇന്ത്യ രാജ്യത്ത് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ തന്നെ ശരിയാക്കി. ഏതായാലും ഫാറൂഖ് അമീറുൽ മുഅ്മിനീൻ സയ്യിദ് ഉമർ ത്വൽഹത്തിനെ കാണാതെ മീർ കുതിക്കുന്നതായി. എന്നും രാത്രി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് പോകുന്ന പറയണത്. ഒരു ദിവസം ത്വൽഹ റളിയല്ലാഹു അൻഹു പിന്തുടർന്നു. എവിടേക്കാ ഉമർ ഈ പോണു നോക്കാൻ വേണ്ടി, നമ്മളെ പോലെ ചുറ്റിക്കളിയേറ്റുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ത്വൽഹ പിന്നാലെ പോയത്. രാത്രിയാണ് നീച്ചു പോണത്. നമ്മളെ മനസ്സിൽ എപ്പോഴാണ് വരിക ചുറ്റിക്കളി ഉണ്ടാവുന്നു. പണ്ട് ഞാൻ തൃശ്ശൂർ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ദിക്റ് ചെല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മഗ്‌രിബിന് ശേഷം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്, കാറ്റ് വെള്ളം വെച്ചിട്ട്. അപ്പോൾ ആൾക്കാർ ചോദിച്ചാണ്, ഒരാൾ, എല്ലാവരും അല്ല, ഒരാൾ, എന്താ മൗലിയരെ ചുറ്റിക്കളിയേറ്റുണ്ടോ? അപ്പോൾ ചുറ്റിക്കളിയാണ് ആളുകൾ ഉദ്ദേശിക്കുന്നത്. ആ ചുറ്റിക്കളിയാന്ന് വിചാരിച്ചിട്ട് ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല പിന്നാലെ കുതിച്ചു. അങ്ങനെ അതിനാൽ ത്വൽഹ തന്നതിൽ കടന്നില്ല, ഭവനം അതേതെന്നറിയുവാൻ വഴിയില്ല. അങ്ങനെ രാത്രി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഒരുപാട് വീടുകൾ, ചെറിയ ചെറ്റക്കൂരകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗത്തൊക്കെ ഒരു വീട്ടിൽ ചെന്ന് കയറി. ത്വൽഹ റളിയല്ലാഹു അൻഹു അതൊക്കെ വീക്ഷിച്ച് എല്ലാം അവിടെ ഒളിഞ്ഞിരുന്ന് തിരിച്ചു പോന്നു. ഏത് വീട്ടിലേക്കാണ് കയറിയെന്ന് മനസ്സിലാക്കി തിരിച്ചു പോന്നു. ഇനി രാവിലെ ചെന്നിട്ട് നമുക്ക് ആ വീട് അന്വേഷിക്കാം എന്നുള്ള നിലക്ക് അങ്ങനെ മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല ചെന്ന് നേരം പുലർന്നുടൻ ചെന്നടോ തൽഹത്ത്, ചോദിച്ചുകൊണ്ട് കടന്നു വീടിനകത്ത്. പനനാരുകൊണ്ട് വിരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവിരോഗമിലുണ്ടതിൽ. സുബ്ഹാനല്ലാഹ്. ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കടക്കയിലല്ല, ഒരു പായിൽ ഒരു ഉയർന്നൊരു സ്ഥലത്ത് ഒരു തള്ള അങ്ങനെ കിടക്കുന്നുണ്ട്. നീച്ചാൻ പറ്റാത്ത തള്ളയാണ്. അല്ലമ്മ, ആരപ്പം നിങ്ങളെ ശുശ്രൂഷിക്കണമെന്ന് ചോദിച്ചു ത്വൽഹ റളിയല്ലാഹു അൻഹു. അതിന് എൻ്റെ സൃഷ്ടാവാണ് എന്നെ ശുശ്രൂഷിക്കുന്നത് പറഞ്ഞു. ആരുമില്ല. രോഗത്തിൽ ഞാൻ കടന്ന മുതൽ എന്നിവിടെ ഒരാൾ വരും രാത്രി. അയാളാണ് വന്നു എന്ന് മാത്രമല്ല, കാഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ, സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമെല്ലാം നീങ്ങുവാനുതകുന്നതാ. എന്നും ഞാൻ രോഗത്തിലായി കിടന്ന മുതൽ ഒരാൾ വരും. ഞാൻ കാഷ്ടിച്ച ചട്ടിയൊക്കെ എടുത്ത് മാറ്റി ശുദ്ധീകരിച്ച് പിന്നെ റെഡിയാക്കി വെക്കും. ഞാൻ കടത്തി ഉസാറാക്കി അവിടെ കടത്തും. എന്നിട്ട് നല്ല വർത്തമാനം പറഞ്ഞ് സന്തോഷമുള്ള കലാമൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടാണ് എന്നോട് പോകല് എന്ന് പറഞ്ഞു. പടച്ചോനെ, സുബ്ഹാന റബ്ബി, തൽക്ഷണം മടങ്ങുന്നതാ. ഇത് കേട്ടുടൻ ത്വൽഹത്തതാ കരയുന്ന്. അറിവുണ്ടോയേ ഉമ്മ അതാരാണെന്ന്. ഉടനെ തന്നെ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ആരാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്? നിങ്ങൾ കാഷ്ടിച്ച ചട്ടിയെടുത്തുകൊണ്ട് അത് ശുദ്ധീകരിച്ച് വെക്കുന്ന മനുഷ്യനാരാണെന്നറിയുമോ? അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. അവരാണ് ഉമ്മ. ഈ ലോകത്തിൻ്റെ ഭരണാധികാരി, ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ എന്ന അപരനാമത്താൽ വാഴ്ത്തപ്പെട്ട മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഖത്താബിൻ്റെ മകൻ ഉമറാണ് ഉമ്മ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. നിങ്ങളുടെ കാഷ്ടിച്ച ചട്ടിയെടുത്തുകൊണ്ട് നീക്കം ചെയ്ത് ശുദ്ധീകരിച്ച് നിങ്ങളോട് സന്തോഷമുള്ള കലാമുകൾ പറഞ്ഞ് ദിവസവും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല പൊട്ടിക്കരയുകയാണ്. ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ, പ്രസവിക്കുവാനൊരു പെണ്ണിനും. അതാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു.